പാപത്തെ നിസ്സാരവൽക്കരിക്കുന്ന, പാപബോധം നഷ്ടപ്പെടുന്ന നമ്മുടെ ഈ ലോകത്തിൽ അതേപ്പറ്റി പറയുക പലർക്കും സ്വീകാര്യമാവുകയില്ല. എങ്കിലും വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പാപമാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ എല്ലാ തകർച്ചയ്ക്കും കാരണം. പൗലോസ് ശ്ലീഹ പറയുന്നു, പാപത്തിന്റെ വേദന മരണമാണ്, ദൈവത്തിന്റെ ദാനമാകട്ടെ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനം. മാരകമായ പാപം എന്താണെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അത് മനുഷ്യ ഹൃദയത്തിലെ സ്നേഹം നശിപ്പിക്കുന്നു, നമ്മുടെ പരമലക്ഷ്യവും സൗഭാഗ്യവുമായ ദൈവത്തിൽ നിന്ന് അവിടത്തേക്കാൾ താണ ഒരു നന്മയെ കൂടുതൽ ഇഷ്ടപ്പെടുക വഴി നാം നമ്മെ അകറ്റും. പരമ നന്മയും സന്തോഷവുമായ ദൈവത്തിൽ ഉപരി നാം മറ്റു വ്യക്തികളെയോ വസ്തുക്കളെയോ ആശയങ്ങളെയോ ഹൃദയത്തിൽ ആരാധിക്കുമ്പോൾ നാം ആത്മീയമായി മരിക്കുകയാണ്. ഇങ്ങനെ പാപം വഴിയായി ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നവർക്ക് ദൈവിക ജീവൻ തിരികെ നൽകുവാനാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ഈശോ പാപത്തെ പരാജയപ്പെടുത്തുന്നത് തന്റെ കുരിശു മരണത്തിലൂടെയാണ്. നമ്മുടെ പാപങ്ങൾക്കുള്ള ഏക പരിഹാരവും ഇതുതന്നെയാണ്: ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുക, പാപത്തിന് മരിക്കുക. നമ്മുടെ പാപങ്ങളെയും പാപാസക്തികളെയും അനുദിനം വിശുദ്ധ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപമോചനം നേടി പാപത്തിന് മരിച്ച് ക്രിസ്തുവിനായി ജീവിക്കുന്നവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.